അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ്. 2 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. രണ്ട് തക്കാളിക്ക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ അടച്ചു കൊടുക്കുക. ആവിയിലിരുന്നൊന്ന് വെന്ത് വരട്ടെ. മസാലയൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണിയുടെ ചോറ് റെഡിയാക്കാം. രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പട്ടയും ഗ്രാമ്പു ഏലക്ക കുരുമുളക് കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ബിരിയാണിക്കുള്ള അരി നമുക്ക് ഇട്ട് കൊടുക്കാം. 1.5 കിലോ കൈമ റൈസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ചോറ് വെച്ച് ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഇതിനകത്ത് തന്നെ വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചോറിനകത്തോട്ട് 2 ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 സവാള ഫ്രൈ ചെയ്തെടുക്കാം.
പാൻ ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചോറ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാനും വേണ്ടി. മക്കളെ, നമ്മുടെ ചോറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയുടെ പുറത്തോട്ട് കുറച്ച് ചോറ് നീക്കി ഇട്ട് കൊടുക്കാം. ചിക്കൻ ബിരിയാണി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊന്നും തിളപ്പിച്ച് ഊറ്റണ്ട, അങ്ങനെയൊന്നും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചോറിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. മക്കളെ, നമ്മൾ നട്ട്സും കിസ്മിസും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. സവാള ഫ്രൈ ചെയ്തതും തക്കാളിക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കളെ, നമ്മുടെ രുചികരമായിട്ടുള്ള ഈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.